നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 79.70% പോളിംഗ് രേഖപ്പെടുത്തിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. 20,028 സർവീസ് വോട്ടുകൾ ലഭിച്ചു. ഇന്ന് കൂടി സർവീസ് വോട്ടുകൾ സ്വീകരിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. പെരുമാറ്റച്ചട്ടം മെയ് 6 വരെ ബാധകമാണെന്നും തെറ്റായ ഫലം നൽകിയാൽ നിയമ നടപടി ഉണ്ടാകുമെന്നും രത്തൻ യു ഗേൽക്കർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നാളെ പോസ്റ്റൽ ബാലറ്റ് വോട്ടുകളായിരിക്കും ആദ്യം എണ്ണുന്നത്. വോട്ട് എണ്ണലിനായി 15,465 ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. സുരക്ഷയ്ക്ക് 32,301 പോലീസ് ഉദ്യോഗസ്ഥരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്ക് QR കോഡുള്ള തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട്. CRPF ഉദ്യോഗസ്ഥർക്കാണ് ചുമതല. പെരുമാറ്റച്ചട്ടം മെയ് 6 വരെ ബാധകമായിരിക്കും. ക്രമസമാധാന പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ വിജയാഘോഷം ജില്ലാ ഭരണകൂടങ്ങൾക്ക് വിലക്കാം. തെറ്റായ തെരഞ്ഞെടുപ്പ് ഫലം നൽകിയാൽ നിയമ നടപടി ഉണ്ടാകുമെന്നും തിരക്ക് കൂട്ടരുത് എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. 140 മണ്ഡലത്തിൻ്റെ കൗണ്ടിങ് നാളെ 8 മണിക്ക് തുടങ്ങുന്നു. ആദ്യമായിട്ട് പോസ്റ്റൽ ബാലറ്റ്സ് ആണ് നമ്മൾ എണ്ണം തുടങ്ങുന്നത്. അത് കണ്ടിട്ടായിരിക്കും EVMസിൻ്റെ എണ്ണം തുടങ്ങുന്നത്. ഇത് നമ്മൾ 43 ലൊക്കേഷൻസിലാണ് ക്രമീകരണങ്ങൾ വളരെ സജീവമായിട്ട് ചെയ്തിട്ടുള്ളത്. ഓരോരോ അസംബ്ലി മണ്ഡലത്തിന് ഓരോ കൗണ്ടിങ് ഒബ്സർവേഴ്സ് ഉണ്ടാവും. ഒരു സീനിയർ ആയിട്ടുള്ള ഓഫീസേഴ്സാണ് ഓൾ ഇന്ത്യ സർവീസസിലെ ഓഫീസേഴ്സ്. 17,465 കൗണ്ടിങ് സ്റ്റാഫ് നമ്മൾ ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവർക്കുള്ള എല്ലാവിധ ട്രെയിനിങ്സ് നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫിസിക്കൽ ട്രെയിനിങ് അല്ലാതെ ഓൺലൈൻ ആയിട്ടുള്ള ട്രെയിനിങ്സ് കൂടി നമ്മൾ കൃത്യമായിട്ട് ഇവർക്ക് ലഭ്യമാക്കിയിട്ടുമുണ്ട്. കൗണ്ടിങ്ങിടെ ഒരു പ്രിമൈസസിൻ്റെ സുരക്ഷ നൽകാൻ വേണ്ടിയിട്ട് പോലീസിൻ്റെ ഭാഗത്തിന് നല്ലവിധ ക്രമീകരണങ്ങൾ നടന്നിട്ടുണ്ട്. EVM 8:30 ശേഷമായിരിക്കും എണ്ണി തുടങ്ങുക. എല്ലാ സംശയങ്ങളും തീർത്ത ശേഷം മാത്രമായിരിക്കും എണ്ണൽ പൂർത്തിയാക്കുക. സ്ട്രോങ് റൂം തുറക്കുന്നത് ചിത്രീകരിക്കാൻ മാധ്യമങ്ങൾക്ക് അനുമതിയില്ല. ഫലം പ്രഖ്യാപിക്കാൻ വൈകിട്ട് 5 മണിയാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം.